വാക്കുകൾ കൊണ്ടുള്ള സ്നേഹം വഞ്ചനയാണ്, മനസ്സുകൊണ്ടുള്ള സ്നേഹം മഹത്വവും. അല്ലേ? ഈ ഒരു കാര്യം കേൾക്കും നമുക്കെല്ലാവർക്കും ചില മുഖങ്ങളെ പെട്ടെന്ന് ഓർമ്മ വരും. ചിലരാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് സ്നേഹം കാണിച്ചിട്ട് നമ്മളെ ചിലർ കൂടുതലങ്ങ് പൊക്കരുതെന്ന് പറയും. അതായത് നമ്മളെ ഉയർത്തി സംസാരിച്ച് നമ്മളെ അങ്ങ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിലങ്ങ് സംസാരിക്കുന്നവരുണ്ട്. അത് ചിലർക്ക് പിന്നെ അങ്ങനെ ഒരു നേച്ചറുണ്ട്, അവരുടെ സ്വഭാവം അങ്ങനെയാണ്, അവരുടെ മനസ്സിലൊന്നും കാണില്ല, പക്ഷെ അവരുടെ രീതി അങ്ങനെയാണ്. ചിലരങ്ങനെയല്ല, അങ്ങനെ തേൻ പുരട്ടിയ വാക്കുകളിലൂടെ നമ്മളെ വശത്താക്കുക എന്നുള്ളതേ അവരുടെ ലക്ഷ്യമുള്ളൂ. അല്ലാതെ മനസ്സിൽ നല്ലൊരു സ്നേഹം വെച്ചുകൊണ്ടായിരിക്കില്ല അങ്ങനെയുള്ളൊരു മിക്കവാറും സംസാരിക്കുന്നത്. പിന്നെ ചിലർ അവരുടെ ഒരു രീതിയാണത്. പക്ഷേ വാക്കുകൾ കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്താണ്? അത് വെറും കാപട്യമാണ്, അല്ലേ? അതൊരു വഞ്ചനയാണ്. അങ്ങനെ ചിലർ കണ്ടിട്ടില്ലേ, ഒരാളെ നേരിട്ട് കാണുമ്പം ഭയങ്കരമായിട്ട് സ്നേഹിച്ച് അവരെ കുറിച്ച് നല്ലത് മാത്രമൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുക, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ സംസാരിക്കും. പക്ഷെ അവരുടെ അസാന്നിധ്യത്തിൽ ഏറ്റവും കൂടുതൽ അവരെക്കുറിച്ച് കുറ്റം പറയുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികളായിരിക്കും. ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തികളെ ഒന്നും നമ്മൾ ഉൾക്കൊള്ളാൻ നോക്കരുത് മനസ്സിലേക്ക്. കാരണം അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീടുണ്ടാക്കും. ചിലർക്ക് അറിയാൻ പറ്റും, ഇങ്ങനെയൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോഴേ ചിലർക്കറിയാം ഇത് വെറുതെയാണ് എന്നുള്ളത്. ഈ വാക്കുകളിലൂടെ ഒരു വഞ്ചന നടത്തുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല, നമ്മളോടൊരു സ്നേഹവും ഉണ്ടാവില്ല. പക്ഷെ പൊന്നെ, ചക്കരെ, കരളെ, തേനെ, പാലെ എന്നൊക്കെ വിളിച്ച് ഭയങ്കര സ്നേഹമായിരിക്കും. ഒരിക്കലും ഒരാൾ മറ്റൊരാൾക്ക് നൽകുക ഉപദേശമാണ്. ജീവിതം എന്ന് പറയുന്നത് അഭിനയമാണ്. നമ്മളങ്ങ് അഭിനയിച്ചേക്കണം. അങ്ങനെ അഭിനയിച്ചതുകൊണ്ട് നമുക്കൊരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല, മറിച്ച് ഒരുപാട് ലാഭം ഉണ്ടാകും. കാരണം നമുക്ക് ശത്രുക്കളെ ഒന്നും കിട്ടില്ല, മിത്രങ്ങളെ ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. പക്ഷേ ആ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. മറ്റൊന്നുമല്ല, നമ്മളുടെ മനസ്സിൽ എന്താണോ അതാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ അവർക്കൊരു ഫീൽ ചെയ്യണ്ട, അല്ലെങ്കിൽ നമ്മളോട് ഒരു ദേഷ്യം തോന്നണ്ട എന്ന രീതിയിൽ വാക്കുകൾ കൊണ്ട് വഞ്ചന നടത്തിയിട്ട് ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങുന്നതിലും ഒരു കാര്യവുമില്ല. അത് നമ്മളോട് കാണിക്കുന്നത് തന്നെ ഏറ്റവും വലിയ വഞ്ചനയാണ്. ജീവിതത്തിൽ അഭിനയിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. സമൂഹത്തിൻ്റെ മുന്നിലായാലും വീട്ടിലായാലും സമൂഹത്തിനെ പേടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ച് കാണിക്കുന്നവരുണ്ട്. പലതും കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലുള്ള സ്വഭാവം അത് പുറത്ത് കാണിക്കുന്നൊരു സമയം വരും. അത് പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത്രയും ദുഷ്ടനായ ഒരു മനുഷ്യനാണ് ഇത്രയും നാളും നമ്മളുടെ മുന്നിൽ ഇത്രയും നല്ലവനായി ചമഞ്ഞ് നടന്നിരുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരം ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആട്ടിൻ തോട്ടിലിട്ട ചെന്നായ എന്ന് പറയത്തില്ലേ? ആട് എന്നൊരു വലിയ ശല്യം ചെയ്യാത്ത ഒരു ജീവിയാണല്ലോ, അല്ലേ? നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ഒരു മൃഗവും കൂടിയാണ്. പക്ഷേ ചെന്നായ എന്ന് പറയുമ്പോൾ അത് വേറൊരു മൃഗീയ സ്വഭാവത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മൃഗമാണ്, അല്ലേ, ചെന്നായ. അപ്പം ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന് പറയുന്നത് പോലെ ആയിരിക്കും പുറമേ സ്നേഹമുള്ള വാക്കുകൾ പറഞ്ഞ് ഉള്ളിൽ വിഷവും കൊണ്ട് നടക്കുന്ന മനുഷ്യർ. അപ്പോൾ അതൊരു കാപട്യം തന്നെയാണ്, അതൊരു വഞ്ചന തന്നെയാണ്. മറ്റൊരാളെ വഞ്ചിക്കുകയാണ് അത്തരത്തിലുള്ള വാക്കുകൾ വെറുതെ പറഞ്ഞു പോകുന്നതുകൊണ്ട്. പിന്നെ മനസ്സിലുള്ള സ്നേഹം അത് മഹത്വമുള്ളതാണ്. മനസ്സിൽ നിറയെ സ്നേഹമുണ്ട്, അത് പ്യുവറാണ്, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ആ സ്നേഹമാണ് മനസ്സിലെങ്കിൽ അവർ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുകയുള്ളൂ. അപ്പം നമ്മൾ പുറമേ ചിലർ പറയും, ഉള്ള കാര്യം ഉള്ളതായിട്ട് പറയുന്ന മനുഷ്യരുണ്ട്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല, എനിക്കെന്താണ് തോന്നുന്നത് അത് ഞാൻ പറയുന്നു. പക്ഷെ മറ്റുള്ളവരുടെ വേദന അതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിലും ചിന്തിക്കുന്നവരുണ്ട്.
അപ്പം നമ്മളുടെ മനസ്സിൽ തോന്നുന്ന യഥാർത്ഥ ഒരു സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ തെറ്റ് കാണിച്ചാൽ അത് തെറ്റാണെന്ന് പറയും. ശരി കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വേണം, വീണ്ടും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ഇന്ന പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ ഇനി അങ്ങനെയൊന്നും ആവില്ല, ഇങ്ങനെയൊക്കെ ആവണം എന്ന് നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നുണ്ട്. അവർക്കൊക്കെ എന്താണ്? മനസ്സിൽ നന്മയുള്ളവരാണ്. അവരുടെ സ്നേഹത്തിന് നമ്മളൊരു മഹത്വവും കൽപ്പിക്കേണ്ടതുണ്ട്, അല്ലേ? അപ്പം പുറമേ ഒന്നും അകമേ ഉള്ളിൽ വേറെ ഒന്നും ആയിട്ട് കരുതുന്ന, അല്ലെങ്കിൽ നടക്കുന്ന, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മളെപ്പോഴും ഒന്ന് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഇല്ലെങ്കിൽ അവരെന്താണ്? നമുക്ക് വലിയ വെല്ലുവിളികൾ നൽകി അതിന് ഒരു മാറ്റവുമില്ല. നമ്മൾ പല പ്രതിസന്ധികളും ഇവർ കാരണം നേരിടേണ്ടി വരും. അതിൽ ഒരു മാറ്റവുമില്ല. സ്നേഹിക്കൂ. പിന്നെ ചിലർ പറയുന്ന കേൾക്കാം, എനിക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ അതെങ്ങനെ പ്രകടിപ്പിക്കുക എന്നറിയില്ലെന്ന്. അങ്ങനെ എന്തിനാണ് ആ സ്നേഹം വെച്ചിട്ട്? പ്രകടിപ്പിക്കാനുള്ള ഒന്നാണ് സ്നേഹം, അല്ലേ? കമലാ സുരയ്യ പറഞ്ഞ പോലെ എനിക്ക് സ്നേഹമാണ് വേണ്ടത്, എനിക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിലുള്ള സ്നേഹം എനിക്ക് വേണ്ട, പുറമേ സ്നേഹം കാണിക്കണം. പിന്നെ മറ്റൊരു ഉദാഹരണമായിട്ട് കമലാ സുരയ്യ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മരിച്ചതിന് ശേഷം എന്നെ അടക്കിയെടുത്ത് കൊണ്ടുവന്ന് കുറച്ച് പൂക്കൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടുന്നതായിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. അത് ഞാൻ അറിയുന്നില്ല, അല്ലേ? നമ്മൾ പറയും മരണശേഷം ആത്മാവ് എന്നൊക്കെ പറഞ്ഞാലും ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, എന്ത് നൽകുന്നു, അതിനാണ് പ്രാധാന്യം. മരിച്ചതിന് ശേഷം കുറേ പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചിട്ടോ, കുറേ ആളുകളെ വിളിച്ച് ആഹാരം കൊടുത്തിട്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കുറേ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് ഏറ്റവും പ്രാധാന്യം, അല്ലേ? അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, പുറമേ കാണിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കത് മനസ്സിലാകുകയുള്ളൂ. അങ്ങനെ പുറമേ സ്നേഹം കാണിക്കുന്നതുകൊണ്ട് നിങ്ങളൊരിക്കലും എവിടെയും തോറ്റു പോകുന്നില്ല. നിങ്ങൾക്ക് സ്നേഹം കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ?